അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ പുലാവുമായിട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടി ഞാനൊരു കടായിപ്പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഓയിലാണ്, വെളിച്ചെണ്ണയല്ല, സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ പട്ട, പൂവ്, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. പട്ടയും പൂവ് ഏലക്കായ ഇട്ടിട്ട് വഴറ്റി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് സാധാരണ ബിരിയാണി മരുന്നിലുണ്ടാവുന്ന സാജീരകം, ഒരു 1/2 ടീസ്പൂൺ സാജീരകം എന്നാണ് ഞങ്ങൾ പറയൽ. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം അതിൻ്റെ പച്ചച്ചോവ മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അതിന് സവാള ഇട്ട് കൊടുക്കണം. ഞാൻ നീളത്തിലരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സവാള ഒരു മീഡിയം സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചിക്കനും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇത് ശരിക്കും വഴന്ന് കിട്ടണം. കൂടുതൽ ചുവന്ന കളറൊന്നും ആവണ്ട, ഒരു പാകത്തിന് വഴന്നാൽ മതി. ഏകദേശമൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഈ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. സവാള വഴന്ന് കിട്ടാൻ അടച്ച് വെച്ചാൽ നല്ല പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നല്ല വേഗമാണ്. ഇനി എനിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് വേണം, 3 പച്ചമുളക്. ഇവിടെ പേരക്കുട്ടികൾ ഞാൻ നടുക് പിളർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പേരക്കുട്ടികളുള്ളത് കൊണ്ട് എനിക്ക് വല്ലാതെ ഞാൻ എരിവും മസാലയൊക്കെ വളരെ കുറച്ചിട്ടേ ഇവിടെ ഉണ്ടാക്കലുള്ളൂ. ഇനി കുറച്ച് മല്ലിച്ചപ്പും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം പച്ചമുളകിൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും ചുവയൊന്നും മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനോടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ പേരക്കുട്ടികളൊന്നും ഇനിയിപ്പോൾ എങ്ങനെ വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും അവർക്ക് എന്തായാലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ചിക്കൻ്റെ കഷ്ണം അല്ലാതെ ടേസ്റ്റ് ഇല്ല അറിയാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചിക്കൻ പുലാവാക്കി മാറ്റണത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണ് കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ചോർക്ക് പിന്നെ ഇട്ട് കൊടുക്കുക. ദമ്മ് ചെയ്യുമ്പോൾ ചോറിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് മറന്നതാണ്. അതിന് 1/2 ടീസ്പൂൺ സാധാ പൊടിക്കാത്ത കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവിടെ അടച്ച് വെക്കണം. കുറച്ച് സമയം നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ലോണം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 2-2.5 മിനിറ്റ് ഒന്നിങ്ങനെ വേവിച്ചെടുക്കുക. നേരെ അതിൻ്റെ ഉപ്പും ഇതൊക്കെ ചിക്കൻ മക്ക് നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ അത് ഞാൻ ബസുമതി റൈസാണ്, അത് 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഊറ്റി വാർത്തെടുക്കുകയല്ല, ഞാൻ അതിൽ തന്നെ ഇട്ട് വേവിക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 8 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 1 ഗ്ലാസ് നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നാളികേരത്തിൻ്റെ പാലില്ല, ഇപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളികേരപ്പാൽ അല്ലെങ്കിൽ പശുവും പാലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് ഇപ്പോൾ അതാണുള്ളത്. അപ്പോൾ ഏകദേശമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഞാനത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് കിടക്കട്ടെ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആണ് ഞാനിത് വേവിച്ചെടുത്ത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കോളം വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് 3 ടീസ്പൂണ് മിൽമ നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മല്ലിച്ചപ്പ്, പുതിന, ഇതാണ് അതിൻ്റെ മേലേക്ക് ഫെതറിട്ട് കൊടുക്കുന്നത്. ഇനി മല്ലിച്ചപ്പിന് ഞാൻ അടച്ച് വെച്ചാൽ ശരിക്കും വെന്തിട്ടില്ല, അതിന് വെള്ളം അതിൻ്റെ അടിയിൽ ഉണ്ടാവും.
ശരിക്കും മുകളിലത്തെ വെള്ളമൊക്കെ താന്നു പോയിട്ടുണ്ട്. അടച്ച് വെച്ച് ഞാൻ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനൊന്ന് കുറച്ച് നേരം കൂടി വെക്കുകയാണ്. അപ്പം ഇനി അത് വേവാനാകുമ്പോഴേക്ക് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അരമുറി നാളികേരമാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ കൊത്തി അരിഞ്ഞത്, ചിരവിയെടുത്ത ബീട്രൂട്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, വെള്ളുള്ളി, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ഞാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ പുളിക്ക് ഒഴിച്ച് കൊടുക്കണം സുർക്കയാണ്. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് മതി, പക്ഷേ ഞാൻ സുർക്കയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. സുർക്ക ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലോണം അടിച്ചെടുത്താൽ എനിക്ക് ചമ്മന്തിയായി. ഇവിടെയൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ തൈര് സാലഡിലേറെ നല്ലത് ഇഷ്ടം ബീട്രൂട്ട് ചമ്മന്തിയാണ്. ബീട്രൂട്ട് ചമ്മന്തി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം കൂടുതൽ പിന്നെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല അതിന് വരിക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടുമ്പോൾ, മല്ലിച്ചപ്പൊക്കെ കൂടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്, ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരില്ല. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കഴിക്കാൻ. അപ്പം ചമ്മന്തി അവിടെ റെഡിയായി. ചോറ് ഞാൻ അവിടെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചതാണ് ചോറ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് നോക്കാം. പുലാവിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ വാസന പിന്നെ മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ വാസന വന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു വാസനയാണ് വരുന്നത്. അപ്പം ഇനി നമുക്കതായാലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ. കുട്ടികളൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട്, എന്തായാലും പേരക്കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് ചോറ്. കുറേ സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ, ചോറിൻ്റെ മോൾക്കൊന്നും വന്നിട്ടില്ല. ഇനി ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. എന്തായാലും ചിക്കൻ അതിൻ്റെ അടിയിൽ പെട്ടുകൊണ്ടൊന്ന് പിന്നെ മെല്ലെ അടിയിൽ കൂടെ എടുക്കണം. ചിക്കൻ കിട്ടണമെങ്കിൽ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്താലും മതി. ഏതായാലും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. എന്നിട്ട് വേണം പേരക്കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഈ ചൂടോടെ തന്നെ കഴിക്കണം, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറ് ഞാൻ വിളമ്പിയിട്ടുണ്ട്. ഇനി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ പച്ചമുളക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ചൊക്കെ കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ടൊക്കെ ഇട്ടാണ് അലങ്കരിക്കുന്നത്. പിന്നെ നല്ലൊരു ചമ്മന്തി, നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി, കാണാനും ഭംഗിയുണ്ട്. അപ്പം ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.